ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൈ ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ. എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാകും. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് റേഷ്യോയിലാണോ വേണ്ടത് ആ റേഷ്യോ സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെയർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ ഏത് ഫോട്ടോ ആണോ നമുക്ക് ലൈന് ചെയ്തെടുക്കേണ്ടത് ആ ഫോട്ടോ നമ്മൾ ഫസ്റ്റായിട്ട് ഇതിലോട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ലൈൻ ഡ്രോ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ഫോട്ടോൻ്റെ ഏത് പാർട്ടാണോ വേണ്ടത് അത് നമ്മൾ ക്രോപ്പ് ചെയ്ത് സൂം ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ലൈൻ ഡ്രോ ചെയ്യണമെന്ന് ചോദിക്കുക. അത് നമ്മൾ ക്യാൻസൽ കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയർ ആഡ് ചെയ്യാം. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് സെക്കൻഡ് ലെയറിലാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രഷ് ഐക്കൺ എടുത്തിട്ട് അതിൽ ഡ്രോയിങ് പെൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പിക്ചറിൻ്റെ മുകളിലൂടെ എങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ലൈൻസൊക്കെ കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലൈൻസിൽ ആ ലൈൻ കണ്ടില്ലേ അത് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ നമുക്ക് വരയ്ക്കേണ്ടത് അവിടെ നിന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൈൻസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും എടുത്തിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളും ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കാണുന്ന ഫസ്റ്റ് ലെയറിലുള്ള ഫോട്ടോയുടെ വിസിബിലിറ്റി ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി സേവ് ടു ഗാലറി എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഈ ഫോട്ടോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിക്സാർട്ട് യൂസ് ചെയ്യുക. പിക്സാർട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യുക ഫോട്ടോ. അതിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വൈറ്റ് കളറാണ് ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റായിട്ട് സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആ സ്റ്റിക്കറിലുള്ള ഓപ്ഷനിൽ സർക്കിൾ എടുക്കുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സർക്കിളാണ് വേണ്ടത്. അപ്പോൾ ബ്ലാക്ക് കളറാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അത് കുറച്ച് നമ്മൾ സൂം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ഫോട്ടോയിൽ നമ്മൾക്ക് ഏത് ഫോട്ടോ ആണോ ആ ഫോട്ടോ നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ടൂൾ എടുത്താൽ മതി. അതിൽ കുറേ ഉണ്ട്, നമുക്ക് സർക്കിൾ പല ഷേപ്പും കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ സ്റ്റിക്കറിൽ തന്നെ പോയിട്ട് നമുക്ക് ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഫ്ലവർ അപ്പോൾ അതെടുക്കുക. ഞാൻ എടുക്കുന്നത് ഈ ഒരു ഫ്ലവറാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇത് ഇതിലോട്ട് വെക്കുക. നമുക്ക് ഏത് രീതിയിലാണോ കിട്ടേണ്ടത് ആ രീതിയിൽ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലാണോ കിട്ടേണ്ടത് അതുപോലെ നമ്മൾ വെച്ച് കൊടുത്തു നോക്കുക. അതേപോലെ നമ്മൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ എംബ്രോയിഡറിയിലോട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം. അപ്പോൾ നമുക്ക് നമ്മളെ വേർഡ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കട്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താൽ മതി.
ഇനി ഇത് നമ്മൾ നേരെ സേവ് കൊടുക്കുക, ഗാലറിയിൽ നേരായിട്ട് സേവ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.